അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? പ്രിയ സംഘമെമ്പർമാരെ, നമ്മുടെ ചങ്ക് സ്വാശ്രയ സംഘത്തിൻ്റെ 10ാം വാർഷികമാണ് ഇന്ന്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മെമ്പർമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് രജീഷിനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയ സംഘം മെമ്പർമാരെ, ചങ്ക് സ്വാശ്രയ സംഘത്തിൻ്റെ 10ാമത്തെ വാർഷികമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മെമ്പർമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഈ വർഷം നമുക്ക് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറുക്കമൂല ജംഗ്ഷനിൽ നമ്മൾ ദിശാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മറ്റും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പുലിപ്പറമ്പ് വോളിബോൾ ടൂർണമെൻറ്റിൽ 50,000 രൂപ ടീമിനിറക്കി. അതിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ SLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ സംഘടിപ്പിച്ചു. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇനി കുറച്ച് ഭാവി പരിപാടികൾ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ ഒന്ന് പറയാം. ഈ വർഷം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ മെയിനായിട്ട് വെയിറ്റ് ഷർട്ട് എടുത്തിട്ട് വെയിറ്റ് ഷർട്ട് പണി തീർത്തില്ല. അത് വെയിറ്റ് ഷർട്ട് പരിപാടി നമ്മൾ 2 ദിവസം മുമ്പേ തുടങ്ങലാന്ന് ഈ വാർഷികത്തിന് നമുക്ക് ഉദ്ഘാടനം നടത്തി കൂടെയാണ്. ഇപ്പൊ മെയിനായിട്ട് പെയിന്റിന്റെയും ടൈലിന്റെയും പണി മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ടൈലിൻ്റെ കാര്യം വിഷയമാക്കണ്ട. വീട്ടിലിപ്പം ടൈലിൻ്റെ പണി കഴിഞ്ഞാൽ ടൈല് ബാക്കിയുണ്ട്. ഈശ്വരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ വേഗം വന്ന് ഇട്ട് വരികയും ചെയ്യും. പെയിന്റിങ്ങിന്റെ പണി ഞാനും പുഷ്കരാട്ടനും എടുത്തോളൂ. അത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് എടുക്കാലോ. എടാ, അത് നമുക്ക് സെറ്റാക്കാം. നമുക്ക് ചെലവിന് ചെറിയ വെച്ചും തന്നാൽ മതി. അതിന് നിങ്ങൾക്ക് മാത്രം പൈസ തരുവാ? ഇതിന് മുമ്പത്തെ പണിയെടുത്ത് തരാൻ നമ്മളെല്ലാം ലീവാക്കിയിട്ടാണ് പണിയെടുത്തിന്. നമുക്കാരും പൈസ തന്നിട്ടല്ലോ, അല്ലേ? ശരിയല്ലേ? അതെന്ത് വർത്തമാനങ്ങൾ പറയുന്നത്? നിങ്ങളെ പണിയിൽ വെച്ച് നമുക്ക് വരണമല്ലോ. നമുക്ക് ബാധ്യതയിലുള്ളതാണ്. വെയിറ്റ് ഷർട്ട് എടുക്കട്ടെ, വെയിറ്റ് ഷർട്ട് എടുക്കട്ടെ. നിങ്ങളിങ്ങനെ തമ്മിൽ ചർച്ച ചെയ്യാണ്ട് ആദ്യം ഞാൻ പറഞ്ഞ് തീർക്കാൻ വിടല്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികളുണ്ട്, അവർക്കിടെ നമുക്കൊരു നീന്തൽ പരിശീലനം ക്ലാസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് നല്ല കാര്യമാണ്. അത് നമുക്ക് കുഞ്ഞാകാലം കുളത്തിൽ പഠിപ്പിക്കാം. അയ്യേ, ആടെ പരിപാടി നടക്കൂല. അത് വൃത്തിയില്ലാത്തൊരു കുളമാണ്. അത് ശരി, അത് മാത്രമല്ല, അത് ചെറിയ കുളമാണ്. നമുക്ക് പഠിക്കാൻ കുളത്തിൽ നോക്കിയാലോ? ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാൻ എൻ്റെ ആവശ്യം എന്താ? ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എന്താ കാക്കും? അന്നെ പറയാൻ വേണ്ടി ആദ്യം ഒന്ന്. എടാ, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒച്ചപ്പാടാക്കരുത്. നമ്മളെ സെക്രട്ടറി ഒന്ന് സംസാരിക്കട്ടെ. അതിനൊന്ന് സംസാരിക്കാൻ വിട്. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഞാൻ എണീറ്റ് പോയാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോളിബോൾ ടീമിനിറക്കി. ഇപ്രാവശ്യം നമുക്ക് ടൂർണമെന്റ് നടത്തിയാലോ? അടിപൊളി. വോളിബോളൊന്നും വേണ്ട, നമുക്ക് ഫുട്ബോൾ നടത്താം. എടാ, അതിലും നല്ല ക്രിക്കറ്റ് വെക്കുന്നതാണ്. അതാ നല്ലേ. ഇപ്പം ക്രിക്കറ്റാണ് എല്ലാവരും വെക്കുന്നത്. എടാ, വോളിബോൾ മതി. കഴിഞ്ഞ പ്രാവശ്യം ടീമിൽ ഇറക്കിയിട്ട് നമുക്ക് നാട്ടിൽ സംഭവം പേരിൽ ഈ പറഞ്ഞാൽ വലിയ പൈസയാവും. നമുക്ക് വടംവലി നടത്തിയ പോരെ? വടംവലി അല്ലേ ഉണ്ട്? വടംവലി ഇങ്ങോട്ട് പൈസ ഇടുന്ന പരിപാടിയാണ്. ആ നല്ലത്. നിങ്ങൾ വെച്ചിരുന്ന ഒരു പരിപാടി കാണിക്കില്ല. നിങ്ങൾ എന്നാ വെച്ചാൽ ആക്കും. ഞാൻ പോകുന്നു. അല്ലേ പിന്നെ ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോവാം.